വളരെ മര്യാദക്കാരിയെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിന് രഹസ്യമായ ഒരു ബന്ധം ഈ പെണ്ണിൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാം ഈ വിവരം അറിയാം, പോറ്റിക്കും അറിയാം. ഈ പെണ്ണിൻ്റെ ബന്ധുക്കൾക്ക് വ്യക്തമായ കാര്യമായിരുന്നു. അതിനുവേണ്ടി അവർ ഇഷ്ടം പോലെ കാശ് അവന് കൊടുത്തിട്ടുണ്ട്. ഈ എന്ന് കൊന്നവന് ഇവർ കാശ് കൊടുത്തിട്ടുണ്ട്. അവൻ കൂടെ വന്ന് ഇവളെ കൊല്ലുമെന്ന് പറയുന്നു. നിന്നെ കൊല്ലും, നീ എൻ്റെ ആരത്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചത്ത് കളയും എന്നീ പെണ്ണ് പറയും. അവൻ്റെ ഭാര്യ പറയുന്നത് ഞാൻ ചത്തിളയും. പോറ്റിയോട് ഈ ആതിര പറഞ്ഞിരുന്നു. പോറ്റി അറിഞ്ഞുകൊണ്ട് പോറ്റി രഹസ്യമായി വെച്ചതിൻ്റെ ഫലമാണ് ഈ കണ്ടത്. ഈ മറ്റവരെന്ന് പറയുന്നത് അറിഞ്ഞിടത്തോളം ഒരു ഭീകരവാദിയാണ്, അത് ഒന്നാം തരം ഗുണ്ടയാണ്. TV കാണാനോ സിനിമ കാണാനോ ഒന്നും പോകാൻ പറ്റില്ല. പോറ്റിക്ക് 8-10 മണിക്കൂർ 365 ദിവസം ജോലിയുള്ള പോറ്റിയാണ്. അതനുസരിച്ചൊക്കെ ജീവിക്കും. അതെൻ്റെ മോള് പാവമാണ്. എന്നിട്ട് ഈ പെണ്ണ് ഈ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിടും. ഇവിടെ കൊണ്ട് വിട്ട് പോയതിനു ശേഷം അതിനകത്ത് കയറി എവര് തങ്ങളുള്ള ഈ മരണത്തിനുള്ള ഒരു ഏറ്റ കാരണം ഒരു വാക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ചെറിയ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നതായിട്ടൊക്കെ ഞാൻ ആതിര ചെറുമകൾ. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ കഠിനംകുളത്തുള്ള 30 വയസ്സുകാരിയായ ആതിര എന്ന യുവതി കൊല്ലപ്പെടുന്നത് ഈ വീടിൻ്റെ മുറിയിൽ വെച്ചാണ്. ഈ വീട് നമുക്ക് കാണുവാൻ സാധിക്കും. മെയിൻ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്ത് തന്നെ റോഡാണുള്ളത്. അതിന് തൊട്ടപ്പുറത്തായി ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് റോഡിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ഈ കൊല നടക്കുന്നത് രാവിലെ ഏകദേശം 9:30 അതായത് ആതിരയുടെ മകളെ സ്കൂളിലേക്ക് ബസ് കയറ്റി വിട്ടതിന് ശേഷമാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ അമ്പലത്തിൽ, ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് ആതിരയുടെ ഭർത്താവ് ജോലി ചെയ്തു വരുന്നതും. അദ്ദേഹം പൂജാരിയാണ്. ഏകദേശം 7-8 വർഷത്തോളമായി ഈ യുവതിയും കുടുംബവും ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. നാട്ടുകാർക്കെല്ലാം സുപരിചിതരാണ്, നിരന്തരം കാണുന്നതാണ്. ആതിരയെയും ഭർത്താവിനെയും നാട്ടുകാർ നിരന്തരം കാണുന്നതാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയ്ക്ക്, അതായത് റോഡുമായൊരു 10 മീറ്റർ ദൂരം പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും കുടുംബസമേതം ആതിരയും ഭർത്താവും ഇവിടെ താമസിച്ച് വരികയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇക്കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ആതിരയെ ഈ വീടിനുള്ളിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഞെട്ടൽ മാറാതെ ഇരിക്കുകയാണ് ഈ നാട്ടുകാരും കുടുംബക്കാരും ഉൾപ്പെടെയുള്ളവർ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ, ഈ ആതിരയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാട്ടുകാർ തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം പ്രതികരിക്കുകയാണ്. ഈ ആതിരയെ അറിയാം. എങ്ങനെയാണ് നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്? ആതിര എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പോറ്റിയിലെ ഭാര്യയാണ്. അവൻ വിവാഹം ചെയ്തുകൊണ്ട് 9 വർഷത്തോളമായി വിവാഹം ചെയ്തുകൂടെ കൊണ്ടുവന്നിട്ട്. അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് വളരെ മര്യാദക്കാരിയെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇത്രയും കാലം വരെ വളരെ മര്യാദയുള്ള ഒരു കുട്ടിയായിട്ടാണ് കണ്ടത്. പക്ഷേ ഇതിന് രഹസ്യമായ ഒരു ബന്ധം ഈ പെണ്ണ് ഉണ്ടായെന്ന് പറയുമ്പോൾ അവനും അത് ഉണ്ടായി. അപ്പോൾ അവൻ്റെ അമ്മയ്ക്കും ഈ പെണ്ണിൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാം ഈ വിവരം അറിയാം, പോറ്റിക്കും അറിയാം. പോറ്റിക്കും ഇതറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മെനിയാന്ന് അവൻ കൂടെ വന്ന് ഇവളെ കൊല്ലുമെന്ന് പറയുന്നു. നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഈ വിവരം പോറ്റീൻ്റെ അടുത്ത് അവളെ ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്ത്, എന്നിട്ട് പറഞ്ഞ് നീ എൻ്റെ ആരത്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചത്ത് കളയും എന്നീ പെണ്ണ് പറയുന്നു. അവൻ്റെ ഭാര്യ പറയുന്നു ഞാൻ ചത്ത് കളയുന്നു. അതോടുകൂടി യമൻ ആരടുത്തും പറയാതെ യമൻ രഹസ്യമായി അവൻ വെച്ചിട്ട് അവൻ പൂജയ്ക്ക് പോയിട്ട് ഇവിടെ വന്ന് പോറ്റിയോട് ഈ ആതിര പറഞ്ഞിരുന്നു. അതായത് ഈ വിവാഹം കൊല്ലും എന്ന് ഇതിനാരും ഒന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കും പോറ്റിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇത് ഒരു വർഷം കൊണ്ടേ തുടരുന്നതാണ്. അപ്പോൾ ഈ സംഭവം നാട്ടുകാർക്കറിയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ പോറ്റി അറിഞ്ഞുകൊണ്ട് പോറ്റി രഹസ്യമായി വെച്ചതിൻ്റെ ഫലമാണ് ഈ കണ്ടത്. ഇത് ഒന്നീ പോലീസ് സ്റ്റേഷനിൽ പറയുകയോ ആരടുത്ത് അവിടെയുള്ള ആൾക്കാർക്ക് ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ പറയുകയോ യാതൊന്നും ചെയ്തില്ല പോറ്റി. ആ ഒരു ഭാഗത്ത് പോറ്റിൻ്റെ ഭാഗത്ത് തെറ്റാണ്.
പിന്നെ ഈ മറ്റവരെന്ന് പറയുന്നത് അറിഞ്ഞിടത്തോളം ഒരു ഭീകരവാദിയാണ്. അവരുടെ വീടെന്ന് പറയുന്നത് കൊല്ലത്താണ്. അവൻ്റെ ഒരു വിവാഹം ചെയ്തിരിക്കുന്ന എറണാകുളത്ത് ഒരു തെരുവ് കടപ്പുറ തെരുവിലാണ്. അത് ഒന്നാം തരം ഗുണ്ടയാണ് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് പിന്നിൽ അവരുടെ ബന്ധുക്കൾക്ക്, ഈ പെണ്ണിൻ്റെ ബന്ധുക്കൾക്ക് വ്യക്തമായ അറിവായിരുന്നു. അതിനുവേണ്ടി അവർ ഇഷ്ടം പോലെ കാശ് അവന് കൊടുത്തിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് കാശ് കൊടുത്തിട്ടുണ്ട്. ഈ ഗുണ്ടയ്ക്ക് ഈ ഒന്ന് കൊന്നവന് ഇവർ കാശ് കൊടുത്തിട്ടുണ്ട്. അവരെ വീട്ടുവാടക പോലും ഇവരാണ് അയച്ചു കൊടുക്കുന്നത്. അവിടെ പെരുമാതുറ ഒരു വീട്ടിൽ താമസിച്ചു. അവർ ആ വീട്ടുവാടകയ്ക്ക് പോലും ഇവരാണ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഇവർ പരിപൂർണ്ണ സമ്മതത്തോടെയാണ് ഈ കാര്യങ്ങൾ അഭിഹിത ബന്ധപ്പെട്ട് നടന്നത്. അതിൽ യാതൊരു സംശയം വേണ്ട. ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് എത്രയാണ് ഇവിടെ നടന്നത്. ഇവർ എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ ഈ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഇവർ വിവാഹം കഴിച്ചുകൊണ്ട് പോയ കായംകുളത്താണ്, പോറ്റിയുടെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ ഒരു ചെറുമകളാണിത്, സ്വന്തം ചെറുമകൾ. ഈ സ്വന്തക്കാരായിട്ട് ഈ കഠിനംകുളത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. ആതിര ചെറുമകളാണ്. ആതിര ചെറുമകളാണ്. മകളുടെ മകനാണ്, വേറെ ഒന്നും ഉണ്ട്. അതിനുശേഷം വിവാഹം, ഇപ്പം പറഞ്ഞില്ലേ, തുടക്കം പറയുകയാണെങ്കിൽ വിവാഹം കഴിച്ച ഒരാഴ്ചയും കണ്ടു അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരിവിടെ താമസത്തിന് വന്നതാണ്. അന്ന് മുതൽ 9 വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഈ വീട്ടിലാണ് താമസം. ക്ഷേത്രം ട്രസ്റ്റ് വകയാണിത്, ട്രസ്റ്റ് വകയാണ്. അപ്പോൾ ഇവിടെ താമസിച്ചു. അവർക്കൊരു കുട്ടിയായി. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കുട്ടിയെ കണ്ട്, മെഡിക്കൽ ഹോസ്പിറ്റലിലായിരുന്നു. ഒരു കുട്ടിയാണല്ലോ, ഒരു ആൺകുട്ടിയേ ഉള്ളൂ. ഗോവിന്ദ് എന്നാണ് പേര്. അങ്ങനെ പോയി കണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ ഇവരുമായിട്ട് അന്ന് നിരന്തരം ബന്ധമുണ്ട്. വേറെ ആരുമായിട്ടും ഈ കൊച്ചു അങ്ങനെ അധികം സംസാരിക്കാറില്ല. പോറ്റിയുടെ അടുത്ത് എന്തെങ്കിലും പോറ്റിയെ കാണാനുള്ള ആവശ്യങ്ങൾക്ക് വന്ന് കതവ് തൊട്ടേ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഈ ഫ്രണ്ടിലെ ഡോറ് തുറക്കൂ. അല്ലാതെ ആരെയൊന്നും വിളിച്ചാൽ ഒരാവശ്യമില്ല, വിളിക്കുകയില്ല. വിളിച്ചാലൊട്ട് ഫ്രണ്ടിലെ കതവ് തുറക്കുകയില്ല. പിന്നെ എന്തെങ്കിലും പോറ്റി അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു കൊച്ചിന് 6 മാസം 1 വയസ്സൊക്കെ അതിനെ ഞാനാണ് യഥാർത്ഥത്തിൽ ഈ കൊച്ചിനെ ഈ പറമ്പിനകത്ത് 4 സൈഡും കൊണ്ട് കിടന്ന് നടത്തുകയും പിടിക്കുകയും ഒക്കെ. കൊച്ചായിരുന്നപ്പോഴേ പിച്ച വെച്ച് നടത്തിച്ചതേ ഞാനാണ്. അങ്ങനെയൊക്കെ അങ്ങ് നടന്ന് കൊച്ചങ്ങ് ആളായി വലുതായി. ഇപ്പോൾ പറഞ്ഞില്ലേ 7 വയസ്സ് കഴിഞ്ഞ്, കൊച്ചിന് 8ാമത്തെ വയസ്സാണ്. അപ്പോൾ എന്തു പറ്റി? അപ്പോൾ പിന്നെ സ്ഥിരം ഞാൻ വരും. ഈ അങ്ങനെ ഈ പറഞ്ഞ മാതിരി സ്ഥിരമായിട്ട് നിരന്തരമായ ബന്ധങ്ങളുണ്ട്. ഈ അമ്മ വരും, ഇവളെ ചേട്ടത്തി വരും, കുട്ടികളൊന്നുമില്ല. അങ്ങനെ എല്ലാ രീതിയിലും എനിക്കറിയാം എന്നുള്ള നല്ല മൊത്തമായിട്ടുള്ള ഒരു ഫാമിലിയാണിത്. അവർക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉള്ളതായ അങ്ങനെ ഒരു സംശയം അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നു? ഒരു വാക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് ഇങ്ങനെ ഞാൻ മുറയ്ക്ക് അപ്പൂപ്പനാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ, ആതിരയുടെ മുറ പറയണത് ശരിക്കും അപ്പൂപ്പനാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ട് എൻ്റെ അടുത്ത് പോലും, ഈ കഠിനംകുളത്തുള്ള ഒരു ബന്ധം ഞാനാണ്, പക്ഷേ എൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു സ്ത്രീയായി സംശയിക്കേണ്ട ഒരു സാഹചര്യങ്ങളും ഇല്ല. ഇത് ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പോലീസ് എടുത്ത അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ 1 വർഷമായി ഇൻസ്റ്റാഗ്രാമിലുണ്ടെന്നും പിന്നെ ചെറിയ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നതായിട്ടൊക്കെ ഞാൻ ഈ പറഞ്ഞ ആൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഡാൻസാ പാട്ടൊക്കെ ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടിട്ടുമില്ല, അങ്ങനെ ചൂന്ന് നോക്കാൻ പോവുകയില്ല. അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഈ ചെറുകുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ എന്തിനാണ് അതിന് ആ ഒരു ഇതിന് വേണ്ടി പിന്നെ കിടാമ്പോൾ അങ്ങനെ അതിന് വേണ്ടി പോയിട്ടുമില്ല. അപ്പം അങ്ങനെ ഒരു സംശയം നമുക്ക് തോന്നില്ല. എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു ആതിര? ആതിര വളരെ വിവാഹം കഴിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് വളരെ മര്യാദക്കാരായിരുന്നു. ഈ വിവാഹം നടക്കുന്നതിന് തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ആലോചിച്ചാണ് ഈ വിവാഹം നടത്തണത്. ഞാൻ ഇതിൻ്റെ അപ്പുറത്താണ് താമസം. ഇതിൻ്റെ അപ്പുറത്ത് എൻ്റെ കുടുംബം അവിടെയാണ്. അപ്പോൾ അവിടെ വന്ന് ഈ ഞാനുമായിട്ട് എൻ്റെ അടുത്ത് ആലോചിച്ച് ഈ പോറ്റി എങ്ങനെയാണ്, ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ വിവാഹം നടത്തുന്നത്. അതൊക്കെ നല്ല സ്വഭാവമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടാണ് ഈ വിവാഹം ഇവർ ഉറപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ TV കാണാനോ സിനിമ കാണാനോ ഒന്നും പോകാൻ പറ്റില്ല. പോറ്റിക്ക് 8-10 മണിക്കൂർ 365 ദിവസം ജോലിയുള്ള പോറ്റിയാണ്. അതനുസരിച്ചൊക്കെ ജീവിക്കും. അതെൻ്റെ മോള് പാവമാണ്. ഏത് ഇതിലും കിടക്കും. പിന്നെ വേറെ കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ പട്ടിണിയൊന്നും കിടക്കേണ്ടി വരില്ല. സാമാന്യം ജീവിക്കാനുള്ള വരുമാനം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ജീവിതമൊക്കെ അന്തസ്സായ ജീവിതം തന്നെയാണ്. ഈ സംഭവം നടക്കുന്നത് വരെയും പോറ്റി നേരത്തെയൊക്കെ തന്നെ ഇപ്പോൾ ഒരു 3 മാസമായിട്ടാണ് ഇവിടുന്ന് ഈ ആട്ടോ പിടിച്ച് പോകാത്ത. അല്ലെങ്കിൽ ഈ അമ്മാവിയെ കാണാനും അമ്മാച്ചനെ കാണാനും പല അവരുടെ ആവശ്യങ്ങൾക്ക് വെഞ്ഞാറമുട്ടി പോകുന്നത് ഇവർ ആട്ടോ പിടിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പെണ്ണിൻ്റെ വണ്ടിയിലാണ്, സ്കൂട്ടിയുണ്ട്. ഈ സ്കൂട്ടിയിൽ ഈ പെണ്ണ് കൊണ്ടുപോകും.
ഈ നേരത്തേക്ക് ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 1-2 കൊല്ലം ആയി ലൈസൻസ് കിട്ടിയിട്ട്. വണ്ടി ഓടിക്കില്ലായിരുന്നു, അതിനുള്ള ധൈര്യമൊന്നും ഇല്ലായിരുന്നു പെണ്ണിന്. ഇപ്പോൾ ഈ വണ്ടി ഓടിച്ചൊക്കെ പോകാനുള്ള ധൈര്യമായി. ഇപ്പോൾ ഈ ഭർത്താവുമായിട്ട് വെഞ്ഞാറമൂട്ടി പോവുകയും വരെയും. ഇപ്പോൾ ആട്ടോ ഒന്നും പിടിച്ച് പോകില്ല. അപ്പോൾ എന്താവശ്യമുണ്ട്, ചിറയൻകീഴ് പോകാനായിരുന്നാലും എവിടെ പോകാനായിരുന്നാലും എന്താവശ്യത്തിനും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ സ്കൂട്ടി കയറ്റി ഭർത്താവുമായിട്ട് അങ്ങ് പോകും. കാരണം അങ്ങനെ 11-11:30 മണിയാകുമ്പോഴേ ഡ്യൂട്ടി തീരും. അതിപ്പോൾ ഈ വിളക്ക് സമയങ്ങളിലൊന്നും ഭയങ്കര ഡ്യൂട്ടിയാണെങ്കിൽ രാത്രി 10 മണി വരെ 9 മണി വരെയൊക്കെ രാത്രി. ഉച്ചയ്ക്ക് തന്നെ 2 മണിക്കാണ് വരുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നാൽ പിന്നെ 5 മണിക്ക് അങ്ങ് പോകും. പിന്നെ പോയാൽ പിന്നെ രാത്രി 10 മണി വരെ ഈ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാനുള്ള പണി തന്നെ. അപ്പം ഈ പെണ്ണ് കൊച്ചുണ്ട്, പിന്നീട് ഒരു കുട്ടി അങ്ങ് വലുതാകുന്നപ്പോൾ കുട്ടി കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പം. പിന്നെ ഈ പെണ്ണും കൂടെ പോയൊക്കെ സഹായിച്ചു കൊടുക്കുകയും ഇടയ്ക്കൊക്കെ പോയിട്ടിരിക്കേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു. ഇതെങ്ങനെ അകപ്പെട്ടു എന്ന് ചോദിച്ചാൽ സത്യത്തിൽ നമുക്കറിയത്തില്ല സഹോദര. ഇത് സംഭവം നടക്കുമ്പോൾ ചേട്ടൻ ഈ പരിസരത്തുണ്ടായി? ഞാൻ വന്ന് 9 മണി വരെ ഉണ്ടായിരുന്നു. 9 മണി വരെ ഞാൻ രാവിലെയും ഇവിടെ വന്ന് നിന്നിട്ട് എനിക്ക് ഇത്തിരി കറി തന്നു. ഇങ്ങനെയൊക്കെയുള്ള ഇടപാടുകൾ ഞങ്ങൾ നേരത്തെ ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണ സാധനം എന്തെങ്കിലും ഇല്ലെങ്കിൽ, ദോശ ഇല്ലെങ്കിൽ ഇവിടെ അമ്മ വന്ന് നിൽക്കുമ്പോൾ എന്നെ ഞാൻ കയറിപ്പോവും, കാപ്പി കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് മാത്രം അങ്ങനെ ഒരു അലവുള്ളൂ. അപ്പോൾ ഇവിടെ അമ്മ വരുമ്പോൾ എൻ്റെ മരുമകളാണ്. മരുമകൾ വരുമ്പോഴത്തേക്ക് പോയി കാപ്പി കുടിക്കുകയും. അപ്പോൾ ആ മരുമകളുടെ അമ്മയുള്ള എൻ്റെ സഹോദരിയാണ്. അന്ന് കാലം വരെ എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. എൻ്റെ മൂത്തമ്മയുടെ മകളുടെ മകളാണ്. അപ്പോൾ രക്തബന്ധമാണ് ഞങ്ങൾ. ഞാൻ ഇപ്പോഴും മരിപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. 1 മണിക്കൂർ മുമ്പേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇത് വെച്ചുകൊണ്ട് ആ അമ്മ ഉള്ള കാലം മുതൽ എൻ്റെ അടുത്ത് അമ്മയ്ക്കൊക്കെ എൻ്റെ സഹോദരൻ എന്നുള്ള ഭയങ്കര സ്നേഹമാണ്, ഇവളുടെ അമ്മയുടെ അമ്മയ്ക്ക്. അപ്പോൾ ആ ഒരു നിലവാരത്തിലൊക്കെ ആയിരുന്നു ഇവർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കാപ്പി വരെ എന്തെങ്കിലുമൊക്കെ. ഇങ്ങനെ ഒരു വാർത്ത പ്രതീക്ഷിച്ചിരുന്ന തരത്തിലൊരു ഒരിക്കലും ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് മനസ്സിൽ പറയണ്ടേ? ഒരാൾക്കാരും വിശ്വസിക്കില്ല ഇങ്ങനെ ഒരു സംഭവം ഈ പെണ്ണിൻ്റെ ഭാഗത്തുണ്ടെന്നുള്ളത്. പക്ഷേ ഇത് കൊണ്ടെന്നുള്ളത് രഹസ്യമായി വെച്ചുകൊണ്ട് ഈ പെണ്ണ് കൈകാര്യം ചെയ്തു. അവൻ വരുന്നത് തന്നെ നേരെ അതിലെ വന്ന് മതിലിയാടി അവിടെ കയറിയിരിക്കും. എന്നിട്ട് ഈ പെണ്ണ് ഈ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിടും. ഇവിടെ കൊണ്ട് വിട്ട് പോയതിനു ശേഷം അതിനകത്ത് കയറി ഇവർ തങ്ങളുള്ള ഇതാണെന്നാണ്, ലൈംഗികമായ ബന്ധമെന്നാണ് ഇവിടെ ഇപ്പം അറിയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം. ഈ പെണ്ണിൻ്റെ ഈ ലൈംഗികമായ ബന്ധമാണ് ഈ മരണത്തിനുള്ള ഏറ്റ കാരണം. പിന്നെ ചെല്ലൂല്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ആതിരെ ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു എന്നാണ് പറയണത്. ഇനി പ്രതിയെ പിടിച്ചതിന് ശേഷം അതിൻ്റെ വായുന്നല്ലേ, അങ്ങനെയാണ് ന്യൂസിന് എഴുതി കാണിക്കുന്നത്. പ്രതി ഈ ഇറങ്ങി ചെന്നില്ലെങ്കിൽ കൊല്ലുമെന്നാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അതിനോട് പറഞ്ഞിരുന്നു തോന്നുന്നു. ഈ ഇറങ്ങി ചെല്ലുമെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഭർത്താവ് നമ്മളുടെ അടുത്ത് പറയണ്ടേ? നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞെങ്കിലല്ലേ അറിയാൻ പറ്റൂ. എവരാണ് പറഞ്ഞത്? ആര്? ഈ അവൻ ആവശ്യപ്പെടുന്നു, നീ ഇറങ്ങി എൻ്റെ കൂടെ വരണം. കൊച്ചിനെയും ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് നീ എൻ്റെ കൂടെ ഇറങ്ങി വരണം എന്ന് പറയുന്നത് ഈ കൊന്നവനാണ്. അപ്പോൾ അതിനെ ഇവർ നിരസിച്ചു. അങ്ങനെ അത് ആദ്യം ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് പൈസയൊക്കെ അവർ കൊടുത്തു, അത് ഒഴിവാക്കാൻ വേണ്ടി. എന്നിട്ട് അത് കഴിയാതെ വന്നപ്പോഴാണ് ഇവർ ആവശ്യപ്പെടുന്നു, നീ എൻ്റെ കൂടെ വരണമെന്ന് പറയുന്നത്. അത് പോകാത്തതിൻ്റെ വൈരാഗ്യമാണ് ഈ കൊലയിലേക്ക് കലാശിച്ചത്. ചേട്ടാ, ഈ ആതിരയെ അറിയാമോ? അറിയാം. എത്ര കാലമായി കാണുന്നു? അതിന് ഇപ്പോൾ വിവാഹം ചെയ്തിട്ടൊന്ന് 8 കൊല്ലം കൊണ്ട് 8 കൊല്ലം 7 കൊല്ലം കഴിയുമെന്ന് തോന്നണം. അന്ന് ഈ സംഭവം നടന്ന ദിവസം ചേട്ടൻ ഈ പരിസരത്ത് അല്ല, പോലീസൊക്കെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. അപ്പോൾ ഇവിടെ ആരും അല്ലാതെ മുമ്പേ അറിഞ്ഞില്ല. പോലീസ് അദ്ദേഹം അവിടെ നിന്ന് പൂജ കയറുന്ന വെളിയിൽ വന്നപ്പോഴാണ് ഇവിടെ വന്നത് കണ്ടത്. ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് ഭർത്താവ്? ഇത് ഈ ക്ഷേത്രത്തിൽ തന്നെ. ആതിര എന്താ ചെയ്തുകൊണ്ടിരുന്നത്? എന്തെങ്കിലും ജോലിക്കൊന്നുമില്ല, അത് ഈ വീട്ടിൽ തന്നെ. പിന്നെ ഇനി ഭർത്താവിൻ്റെ ഒരു ആരാണെങ്കിൽ അവരുടെ താരത്തിന് ചോദിക്കണം. സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെയാണ് നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ. ഈ വീട്ടിൽ ആരൊക്കെയായിരുന്നു? അവർ രണ്ടുപേരും തന്നെ. പൊടിക്കുട്ടിയുണ്ട്, 7 വയസ്സായ കുട്ടി, ഒരാൺകുട്ടി. വേറെ ആരും ഇല്ലായിരുന്നു. അത് ഇതിൻ്റെ അകത്ത് തന്നെ അടച്ചിരിക്കണത്. പിന്നെ അതിലേക്ക് വന്ന് കയറുമ്പോൾ ആരും കാണൂലല്ലേ റോട്ടിൽ പോയാൽ. പിന്നെ ഇവിടെ ഒരു കച്ചവടക്കാർ സ്ത്രീ ഉണ്ടായിരുന്നു, അതിൽ ചായ അടിക്കണം. അവരില്ല, അവർ സുഖമില്ല, ആശുപത്രി കിടക്കും. എങ്ങനെയായിരുന്നു നിങ്ങളോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്? അല്ല, അതെല്ലായിടത്തും നല്ല ക്ലോസ്. ഇവിടെയുള്ള പെണ്ണുങ്ങൾക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമായിരുന്നു. ഇത് ഇങ്ങനെയുള്ള ബന്ധമൊന്നും ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഇത് പോലീസ് വന്നപ്പോഴാണ് ഇതൊക്കെ വെളിച്ചത്ത് വരണം. അതിൻ്റെ ഭർത്താവിനെ അറിയായിരുന്നു എന്നാണ് പറയണത്, പോലീസിൻ്റെ അടുത്ത് മൊഴി കൊടുത്തത്. ജോൺസൺ ഔസേപ്പ് എന്ന് പറഞ്ഞൊരു കൊല്ലം സ്വദേശിയാണ്. എറണാകുളം സ്വദേശി.
കൊല്ലത്തെ എൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് ഇന്നലെ പോലീസ് കൂടെ പറഞ്ഞു. ഇയാളെ മുൻപ് കാണുമോ, പരിചയം അങ്ങനെ എന്തെങ്കിലും? ഇല്ല കണ്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഇന്നലെ പോലീസ് കൂടെ കൊണ്ടത് ഫോട്ടോ ചെയ്യുമ്പോഴാണ് കണ്ടത്. അല്ല നമുക്കറിയില്ല, ഇങ്ങനെ ബന്ധമുണ്ടെന്നും അറിയില്ലായിരുന്നു. സംഭവം നടന്നതിന് ശേഷമാണ് ഇങ്ങനെ പോലീസ് റിപ്പോർട്ട് വെച്ചിട്ട് ഇങ്ങനെ അറിയുന്നത്. അല്ലാതെ നമുക്ക് കൂടുതൽ വിവരമൊന്നും അറിഞ്ഞു. ഈ വാർത്ത കേട്ടപ്പോൾ എന്ത് തോന്നി? സംഭവം അവൻ ഞെട്ടിപ്പോയി, പ്രതീക്ഷിക്കാത്തതല്ലേ, ഞെട്ടിപ്പോയി. അതുപോലെ നമ്മളെ തലമുറക്കാർ 68 വയസ്സൊക്കെ കഴിഞ്ഞ് ഇവിടെയൊന്നും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. രാഷ്ട്രീയ അടികളൊക്കെ ഉണ്ടായിരുന്നു, അന്ന് പോലും ഇങ്ങനെ ഇല്ല. ഇത്രയും റോഡ് സൈഡിൽ ഇത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത്ഭുതമല്ല. പിന്നെ പോറ്റിക്ക് എല്ലാ വിവരങ്ങളും അറിയായിരുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അവരെ സെക്രട്ടറി പ്രസിഡന്റിനെയൊക്കെ വേണമെങ്കിൽ വിളിച്ചു സംസാരിച്ചോ. ഇൻസ്റ്റഗ്രാം സുഹൃത്തായ ജോൺസൺ ഔസേപ്പ് എന്ന 35 വയസ്സുകാരനും കൊല്ലം സ്വദേശിയുമായ യുവാവാണ് ആതിരയെ കൊലപ്പെടുത്തിയത് എന്നുള്ള പരിപൂർണമായ അത്രയ്ക്ക് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും പ്രതി ഈ ജോൺസൺ ഔസേപ്പ് എന്ന 35 വയസ്സുകാരനാണ് എന്ന് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ ഉടൻ പിടികൂടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇൻസ്റ്റഗ്രാം സുഹൃത്തായ ജോൺസൺ ഔസേപ്പാണ് ഈ ആതിരയെ ഈ വീട്ടുമുറിയിൽ വെച്ച് പട്ടാപ്പകൽ, അതായത് 9 മണി 9:30 കൊലപ്പെടുത്തുന്നത്. നാട്ടുകാർ പറഞ്ഞത് പ്രകാരം സ്വന്തം മകളെ സ്കൂളിലേക്ക് ബസ് കയറ്റി വിട്ടതിന് ശേഷം ഈ വാതിലടയ്ക്കുകയും ഈ വാതിലടച്ചതിന് ശേഷം TV ഉഗ്രശബ്ദത്തിൽ വയ്ക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഈ കൊല നടക്കുന്ന സമയത്ത് നാട്ടുകാർ പോലും ഇതിന് തൊട്ടടുത്ത് ഒരു ചെറിയ ഷോപ്പുകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്, ഒരു ക്ലബ്ബ് നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ തൊട്ടപ്പുറത്ത് തയ്യൽ ഷോപ്പും ഉണ്ട്. ഇവിടെയുള്ളവർ ആരും തന്നെ ഈ വീട്ടിൽ മറ്റൊരു ശബ്ദം, അതായത് TV-യുടെ ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും ആ ഒരു 9 മണി 9:30 സമയത്ത് കേട്ടിട്ടില്ല. ആ ഒരു സമയത്താണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. എന്തായാലും ഈ ഇൻസ്റ്റഗ്രാം സുഹൃത്താണ് ഈ ആതിരയെ കൊലപ്പെടുത്തിയത് എന്നുള്ള പരിപൂർണമായ റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ പോലീസിൻ്റെ പക്കലിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കടഞ്ഞംകുളം സ്വദേശി ആതിരയെ കുത്തിക്കൊലപ്പെടുത്തിയത് കൊല്ലം സ്വദേശി ജോൺസൺ ഔസേപ്പ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നിലവിലിപ്പോൾ പോലീസ്. ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റാണ് ഈ ജോൺസൺ എന്ന് പറയുന്ന കൊല്ലം സ്വദേശി. ഇയാൾക്കായി അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. യുവതിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിരുന്നു കൊല്ലം ദളവാപുരം സ്വദേശിയാണ് ജോൺസൺ ഔസേപ്പ്. ചെല്ലാനത്ത് നിന്നും വിവാഹം കഴിച്ച് അവിടെ താമസിക്കുകയായിരുന്നു. 3 വർഷമായി ഭാര്യയുമായി പിരിഞ്ഞ് കൊല്ലത്തും കൊച്ചിയിലുമായി താമസിക്കുകയാണ് എന്നും പോലീസ് നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ ചെല്ലാനം സ്വദേശി എന്നാണ് പുറത്തു വന്നിരുന്ന വിവരം. കൊല്ലത്തെ ഒരു സുഹൃത്തിൻ്റെ പേരിലുള്ള തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് ഇയാൾ സിം കാർഡ് എടുത്തിരുന്നത്. കൊലപാതകത്തിന് ശേഷം പ്രതി കൊണ്ടുപോയ വീട്ടമ്മയുടെ സ്കൂട്ടർ നേരത്തെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും പോലീസ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ പ്രതിയെ പിടികൂടുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.